നാഗാദേവിക്ക് വേണ്ടി സ്വന്തം കാമുകിയുടെ തല വെട്ടി നരബലി കൊടുക്കാനും ഈ ഭക്തൻ തയ്യാറാണ്. നിന്നെ ആദ്യം ഇവിടുന്ന് എടുത്തു മാറ്റട്ടെ. ഇവിടെ മൈല നിന്നെപ്പോലൊരു ഭ്രാന്തനെ പിടിച്ച് ഞാൻ എൻ്റെ കൂടെ നിർത്തിയാലേ എൻ്റെ തല നീ പിന്നെ അടുത്ത ഗുരുവിന് തല വെട്ടി കൊടുക്കുന്നൊരു മഹാഭ്രാന്തനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നിനക്ക് നിന്റെ കാമുകി ഇത്രയും നാളും കൂടെ നിന്ന് കാമുകിയുടെ തല വെട്ടി നീ എനിക്ക് കൊടുക്കുമെന്ന് പറയുന്ന നീയെ വേറെ ഇതുപോലൊരു ഗുരു ഇരുന്ന് സംസാരിക്കുമ്പോൾ നീ ചിലപ്പോൾ എൻ്റെ തല വെട്ടി കൊണ്ടുവന്ന് കൊടുക്കാനും മടിയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നിന്നെ എടുത്ത് ഭക്തിനെ എടുത്തങ്ങ് അറങ്ങി തൂക്കി കളഞ്ഞു. ഇതുപോലൊരു ഇങ്ങനെയും ഭ്രാന്തന്മാരുണ്ടോ ഈ കേരളത്തിൽ? ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പെണ്ണെങ്ങനെ നിന്റെ ഐഡി എങ്ങനെ വന്ന് തപ്പിയെടുക്കുകയാണെങ്കിൽ ആ പെണ്ണ് രക്ഷപ്പെട്ടോടും. തോന്നിയാസമില്ല ഈ ലൈവിൽ വന്ന് എഴുതിയിരുന്നത്. ഭക്തി ഭ്രാന്തായ മൂത്താലേ ചിലപ്പം ചില നാറുകൾ അങ്ങനെയൊക്കെ ആകുമെന്ന് നമ്മൾ അവരെ ഒന്നും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത്. തമാശക്കായാൽ പോലും ഇങ്ങനെയുള്ള വാക്കുകൾ എഴുതിയിടുന്നവരെ അന്നേരം ഡിലീറ്റ് ചെയ്യുക. ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. തമാശക്കായാൽ പോലും അങ്ങനെയൊന്നും എഴുതിയിടരുത്. സ്വന്തം കാമുകിയുടെ തല വെട്ടിട്ട് എനിക്ക് സമർപ്പിക്കുന്നു, അങ്ങനെ എന്തോ മറ്റോ വാക്കുകൾ. എന്ത് ഭ്രാന്തായി എഴുതിയിട്ടേക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവരെ തമാശയ്ക്ക് പോലും അടുപ്പം കൂടരുത്. അടുത്ത നിമിഷം ആ തെണ്ടിക്ക് തോന്നുന്നു എൻ്റെ തല വെട്ടി വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ഈ കേരളത്തിൻ്റെ ഏതൊക്കെ ജില്ലയിൽ ഏതൊക്കെ ഭാഗത്താണ് ഉള്ളത്? ഇതിലേക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഐ ഡി എടുത്ത് ഞാൻ കളയുകയും ചെയ്തു. എടുത്ത് കളയണ്ടായിരുന്നു. ആ ഐ ഡി ഏതാണെന്ന് അറിഞ്ഞിട്ട് അത്തരത്തിലുള്ള ആളുകളെ അകറ്റി നിർത്തുക. കൂട്ടുകൂടാൻ പോലും പോകരുത്. ശരിയെന്നാകുക. തമാശക്കായാൽ പോലും അങ്ങനെയൊന്നും പറയരുത്. അത് ചെറ്റത്തരവാണ്. നമ്മളൊരാളെ ഓരോ വാക്കുകൾ പറയുമ്പോഴും എഴുതിയിടുമ്പോഴും നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒന്ന് കറക്റ്റാക്കണം. അതിനാ എഴുതിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ തെറ്റാണെങ്കിൽ അവരോട് പറയണം, അത് തെറ്റാണ്, നിങ്ങൾ അങ്ങനെ എഴുതിയിടരുത്. വീണ്ടും വീണ്ടും അങ്ങനെ എഴുതുവാണെങ്കിൽ പിന്നെ അതിൻ്റെ എല്ലാ ഫലങ്ങളും അവരനുഭവിക്കട്ടെ എന്ന് കരുതണം. പിന്നെ അവരെ നമ്മൾ നന്നാക്കാൻ പോകരുത്. അവരെ വിട്ടേക്കണം. ഞാൻ അതാണ് വിട്ടത്, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു.